പ്രൈസലോ കർത്താവിൻ്റെ അതിപരിശമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളിലും ഒക്കെയുമായിരുന്ന ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവത്തിൻ്റെ ചിന്തയ്ക്ക് വേണ്ടി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 15-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ വാക്യം. വഷളനെ നിന്ദിനായി എണ്ണുകയും യഹോഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു തിരുവെഴുത്താണ് നാം വായിച്ചത്. ഹല്ലേലൂയ. രണ്ട് തരം ആളുകളെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, വഷളന്മാരായി നടക്കുന്നവരെ, അവരെ നിന്ദിരായി എണ്ണുക, യഹോഭക്തന്മാരെ ബഹുമാനിക്കുക. എന്നിട്ട് പറയുന്നത് സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. അപ്പം ദൈവത്തിലും യഹോഭക്തന്മാരെ ബഹുമാനിക്കുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്ന ദൈവത്തിൻ്റെ വചനം. ഹല്ലേലൂയ. അത് ദൈവഭക്തന്മാരെ ബഹുമാനിക്കേണ്ടത് ആവശ്യമാണെന്ന് എല്ലാ കാലഘട്ടത്തിലും വേദപുസ്തകം വെളിപ്പെടുത്തുക. അപ്പം ദൈവദാസന്മാരുടെ, ദൈവഭക്തന്മാരുടെ, യഹോഭക്തന്മാരുടെ മാന്യതകളെ നാം ഒരിക്കലും താഴ്ത്തിക്കളയാതെ, അപകീർത്തിപ്പെടുത്താതെ, അവരുടെ ആത്മീയ പക്വതയുടെ വെളിച്ചത്തിൽ അവരെ എപ്പോഴും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം. ഹല്ലേലൂയ. ഒരു വാക്കുകൊണ്ട് പോലും ഒരു കാരണവശാലും നാം ദൈവത്തിൻ്റെ ഭക്തന്മാരെ അപമാനിക്കാൻ പാടില്ല. ഹല്ലേലൂയ. അവരെ എപ്പോഴും ബഹുമാനിക്കുക തന്നെ ചെയ്യണം. ഹല്ലേലൂയ. അങ്ങനെ അവരെ ബഹുമാനിക്കുകയും അവരെ ആദരിക്കുകയും ചെയ്യണം. സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാം. നമ്മൾ ഒരു കാരണവശാലും നമ്മൾ വാക്കുകൊണ്ട് ഒരിക്കലും കളവുകൾ പറയാതെ, ദോഷങ്ങൾ പറയാതെ നാം ദൈവഭക്തന്മാരെ മാനിക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം വായിക്കുന്നത്. പ്രേക്ഷകരോട് ഹല്ലേലൂയ. അത് ഈ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്കകത്ത് ഹല്ലേലൂയ, ലോകത്തിൽ ആഗോളപരമായും ചിന്തിക്കുമ്പോൾ ദൈവഭക്തന്മാരെ മാനിക്കുന്നതിൽ, ബഹുമാനിക്കുന്നതിൽ ജനം പരാജയപ്പെട്ടു തുടങ്ങിയിരിക്കുക. ഒരു യെഹെസ്കേലിന്റെ പുസ്തകം 12-ാം അധ്യായം വായിക്കുമ്പോൾ ഹല്ലേലൂയ കാണുന്നുണ്ട്, മത്സരഗ്രഹത്തിന് വരുന്ന ന്യായവിധികളെക്കുറിച്ച് കാണാൻ കഴിയും. മത്സരഗ്രഹത്തിന് വന്ന ന്യായവിധിയെപ്പോലെ ഈ കാലഘട്ടത്തിലും ആഗോള സഭയ്ക്കകത്ത് ദൈവത്തിൻ്റെ ന്യായവിധിയുടെ കരം വെളിപ്പെടുന്നു. എന്തുകൊണ്ട്? ഹല്ലേലൂയ, ദൈവഭക്തന്മാരെ ബഹുമാനിക്കാത്തത് കൊണ്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതൻ, ദൈവഭക്തന്മാരെ ബഹുമാനിക്കുന്നത് എല്ലാ കാലത്തും നമുക്ക് അനുഗ്രഹത്തിന് കാരണമാകും. ദൈവഭക്തന്മാരെ മാനിക്കുന്നത് എല്ലാ കാലഘട്ടത്തിലും നമുക്കത് പ്രയോജനകരമായി മാറും, അത് സമാധാനപരമായി മാറും. അതുകൊണ്ട് തന്നെയാണ് ഭക്തൻ ഈ ദൈവത്തിൻ്റെ വചനം ഇവിടെ രേഖപ്പെടുത്താനും കാരണമായത്. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് കാണുന്നുണ്ട്, സ്തോത്രം, ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്, യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിവി, ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. ഹല്ലേലൂയ. അത് യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിയണം. എന്ന് പറഞ്ഞാൽ, ആട്ടിടയനായിരുന്ന ദാവീദിനെ, തൻ്റെ അപ്പൻ്റെ ആടുകളുമായി വനാന്തരത്തിൽ ആട് മേയിച്ചു കൊണ്ടിരുന്ന ആട്ടിടയച്ചിറക്കനായിരുന്ന ദാവീദിനെ ദൈവം തൻ്റെ പ്രത്യേക കാര്യത്തിന് വേണ്ടി വേർതിരിച്ച് നിയോഗിച്ചു കഴിഞ്ഞപ്പോൾ ദാവീദിന് മനസ്സിലായ ഒരു കാര്യമാണ്, എൻ്റെ ദൈവം തൻ്റെ പ്രത്യേക കാര്യനിർവഹണത്തിന് വേർതിരിച്ച ദൈവത്തിൻ്റെ ഭക്തനാണെന്ന് അല്ലെങ്കിൽ ദാവീദിന് ബോധ്യപ്പെട്ടു. പ്രൈസർ. അതുകൊണ്ടാണ് ഭക്തൻ അനുഭവത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്, യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിയും. തൻ്റെ അനുഭവമാണെങ്കിലും പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഈ ദൈവത്തിൻ്റെ വചനം എല്ലാ കാലഘട്ടത്തിലുള്ള എനിക്കും നിങ്ങൾക്ക് ഇത് ഒരു ഉപദേശമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതേപോലെ ഈ കാലഘട്ടത്തിൽ യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുന്നതിന് പകരം അവരെ അപമാനിച്ചു കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ്. എങ്ങനെയാണ്? വിദ്യാഭ്യാസത്തിൻ്റെ പേരിലും, ജാതിയുടെ പേരിലും, നിറത്തിൻ്റെ പേരിലും, വർണ്ണത്തിൻ്റെ പേരിലും, പണത്തിൻ്റെ പേരിലും, പാരമ്പര്യത്തിൻ്റെ പേരിലും പരസ്പരം ബഹുമാനിക്കാൻ കഴിയാതെ പരസ്പരം തമ്മിലടിച്ചും ബഹളമുണ്ടാക്കിയും കലഹിക്കുന്നൊരു കാലഘട്ടത്തിലേക്ക് ജനം മാറിയിരിക്കുന്നു. ഹല്ലേലൂയ. ആ സ്ഥിതിഗതികൾ മാറി അവർ മടങ്ങി വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പം പരിശുദ്ധന്മാർ ആഗ്രഹിക്കുന്നത് എല്ലാ കാലഘട്ടത്തിലും ഭക്തന്മാരെ ബഹുമാനിക്കണമെന്നാണ്. ദൈവം തിരഞ്ഞെടുത്ത ഭക്തനെ വിധിക്കുവാനും അപമാനിക്കുവാനും കളിയാക്കുവാനും ഒരിക്കലും നമുക്ക് അവകാശമില്ല. ഹല്ലേലൂയ. അപ്പം ദൈവം തിരഞ്ഞെടുത്ത ഭക്തന്മാരൊക്കെ ദൈവത്തിൻ്റെ സഭയാണെന്ന് ചിന്തിക്കണം. ഹല്ലേലൂയ. അപ്പം ക്രിസ്തുവിൻ്റെ ശരീരമായി വിളിക്കപ്പെട്ടവരാണ് ഓരോ ദൈവഭക്തന്മാരും. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ഭക്തന്മാരെ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയായി കാണുവാൻ കഴിയുമ്പോഴാണ് ഒരുവൻ്റെ ആത്മജീവിതത്തിനകത്ത് അനുഗ്രഹം വരുന്നത്.
ആമീൻ. നമ്മുടെ മുമ്പിലിരിക്കുന്ന സകല ജനത്തെയും ക്രിസ്തുവിൻ്റെ ശരീരമായിരിക്കുന്ന സഭയെന്ന് കാണുവാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ആത്മജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്ന് ദൈവത്തിന് വചനം പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യേക കാര്യം നിർവഹണത്തിന് വേണ്ടി, അഥവാ ദൈവരാജ്യത്തിൻ്റെ പ്രത്യേക കാര്യം നിർവഹണത്തിന് വേണ്ടി ദൈവം ചിലരേക്ക് വേർതിരിച്ച് ദൈവസഭയ്ക്കകത്ത് കൊണ്ടുവരുമ്പോൾ അവരെ നാം അനാദരവായി കാണാതെ, അവരെ നമ്മൾ അപമാനിക്കാതെ അവരെ നാം ബഹുമാനിക്കുവാൻ കഴിയണം. അല്ലേ? അപ്പം സകല ഭക്തന്മാരെയും നമ്മൾ ബഹുമാനിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പം വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന സംഭവം വലിയ, നമ്മൾ സംഖ്യാപുസ്തകത്തിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിൽ വരുമ്പോൾ അല്ലേ, മോശ ഒരു കൂശ്യസ്ത്രീയെ വിവാഹം ചെയ്തിരുന്നത് കൊണ്ട് കൂശ്യസ്ത്രീ നിമിത്തം മിരിയാം അഹരോനും അവന് വിരോധമായി സംസാരിച്ചു. യഹോവ മോശ മുഖാന്തരം മാത്രമേ അരുളി ചെയ്തിട്ടുള്ളവോ, ഞങ്ങൾ മുഖാന്തരം അരുളി ചെയ്തിട്ടില്ലയോ എന്ന് പറഞ്ഞു. യഹോവ അത് കേട്ടു. മോശ എന്ന പുരുഷന് ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. പെട്ടെന്ന് യഹോവ മോശയോടും അഹരോനോടും മിര്യാമിനോടും നിങ്ങൾ മൂവരും സമാഗമന കൂടാരത്തിൽ വരുവിൻ എന്ന് കൽപ്പിച്ചു. അവർ മൂവരും ചെന്നു. യഹോവ മേഘസ്തംഭത്തിൽ ഇറങ്ങി കൂടാരവാതിക്കൽ നിന്നു അഹരോനെയും മിര്യാമിനെയും വിളിച്ചു. അവർ ഇരുവരും അങ്ങോട്ട് ചെന്നു. പിന്നെ അവൻ അരുളി ചെയ്തത്, എൻ്റെ വചനങ്ങളെ കേൾപ്പി, നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനുണ്ടെങ്കിൽ യഹോവയായി ഞാൻ ദർശനത്തിൽ എന്നെ വെളിപ്പെടുത്തുകയും സ്വപ്നത്തിൽ അവനോട് അരുളിച്ചുകയും ചെയ്യും. എൻ്റെ ദാസനായ മോശയോ അങ്ങനെയല്ല, അവൻ എൻ്റെ ഗൃഹത്തിലൊക്കെയും വിശ്വസ്തനാകും. അപ്പം മോശ എന്ന് പറഞ്ഞാൽ ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ അഭിഷക്തനാണ്. ദൈവം തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിച്ച ദൈവത്തിൻ്റെ ഭക്തനാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആ മോശ ഒരു കൂശ്യസ്ത്രീയെ വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ അഹരോനും മിരിയാമും കൂടെ മോശയ്ക്കെതിരെ സംസാരിക്കുകയാണ്. അതിൻ്റെ ചരിത്ര പശ്ചാത്തലം വായിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത് പുറപ്പാട് പുസ്തകം 2:21 വായിച്ചു വരുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. മോശയുടെ ഭാര്യയായ സിപ്പോറ ഒരു മിദ്യാനി യുവതിയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഏകദേശം 42 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇതിനകം ആ മിദ്യാനി സ്ത്രീ ഒരുപക്ഷെ മരിച്ചു പോയിരിക്കണം. അപ്പം ദിവ്യസുന്ദരനായിരുന്ന മോശ എങ്ങനെ കറുത്തിരുണ്ടിരുന്ന ഒരു നീഗ്രോ യുവതിയെ വിവാഹം കഴിച്ചു എന്നാണ് അഹരോൻ്റെയും മിരിയാമിൻ്റെയും ജീവിതത്തിൽ കടന്നു വന്നത്. ഹല്ലേലൂയ. അതേപോലെ ദൈവത്താൽ യോജിപ്പിക്കുന്നത്, ദൈവം യോജിപ്പിച്ചതിനെ നമ്മൾ വിരൽ പാടില്ല. ഹല്ലേലൂയ. അപ്പം മോശ ആ സ്ത്രീ മുഖാന്തരം മിരിയാം അഹരോനും കൂടി മോശയെ നിന്ദിച്ചതിൻ്റെ ഫലം എന്തായി? ഹല്ലേലൂയ, സ്തോത്രം. അഹരോൻ്റെ പെങ്ങൾ അഥവാ മോശയുടെ പെങ്ങൾ മിരിയം കുഷ്ഠരോഗിയായി മാറി. അവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് എന്താണ്? സ്തോത്രം. യഹോവയുടെ കോപം അവരുടെ നേരെ ജ്വലിച്ചു. അവൻ മറഞ്ഞു, മേഘവും കൂടാരത്തിൽ നീങ്ങിപ്പോയി. മിരിയാം ഹിമം പോലെ വെളുത്തു കുഷ്ഠരോഗിണിയായി മാറി. അതേപോലെ ദൈവത്തിൻ്റെ അഭിഷക്തന്മാർക്ക് നേരെ നാം വിരൽ ചൂണ്ടിക്കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ന്യായവിധികരം അന്നത്തെ കാലത്തെ പോലെ ഈ കാലഘട്ടത്തിൽ വെളിപ്പെടുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഈ സ്നേഹിതരെ, ദൈവസഭയ്ക്കകത്ത് ദൈവം തിരഞ്ഞെടുക്കുന്ന സകലരും ദൈവത്തിൻ്റെ ഭക്തന്മാരാണ്. അപ്പം ദൈവത്തിൻ്റെ ഭക്തന്മാരെ നാം ബഹുമാനിക്കണം, ദൈവത്തിൻ്റെ ഭക്തന്മാരെ നാം ആദരിക്കണം. അവർക്കെതിരെ നാം ഒരു വാക്കുകൊണ്ട് പോലും നാം അവരെ വേദനിപ്പിക്കാൻ പാടില്ല. അല്ലേ? എന്താണ് ഇന്ന് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ദൈവഭക്തന്മാർക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്നു, ദൈവഭക്തന്മാരെ കയ്യേറ്റം ചെയ്യുന്നു, അവരെ അപമാനിക്കുന്നു, അവരെ നിന്ദിക്കുന്നു, അവരെ പരിഹസിക്കുന്നു, അവരെ ഉപദ്രവിക്കുന്നു, അവരെ കള്ളക്കേസുകളിൽ കൊടുക്കുന്നു എന്ന് വേണ്ട. ദൈവം തൻ്റെ വേലയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന ദൈവഭക്തന്മാർക്ക് നേരെ ആക്രമണങ്ങൾ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ദൈവം തൻ്റെ പ്രവൃത്തി ഇവിടെ വെളിപ്പെടുത്താൻ തുടങ്ങി. ഹല്ലേലൂയ. ദൈവം എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറിപ്പോകുന്ന 68-ാം സങ്കീർത്തനം 1-ാം വാക്യം വായിക്കുന്ന പോലെ അത് ദൈവത്തിൻ്റെ ഭക്തന്മാർക്കെതിരെ ആക്രമണം അഴിച്ചുവിടുമ്പോൾ, യഹോവ ഭക്തന്മാർക്കെതിരെ ആക്രമണം അഴിച്ചുവിടുമ്പോൾ ദൈവം അടങ്ങിയിരിക്കില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. രക്തം ചെയ്യും എന്നെ കേൾക്കുന്ന ഈ സ്നേഹിതരെ, ദൈവസന്നിധിക്ക് മടങ്ങി വരുവാൻ കഴിയട്ടെ. ഹല്ലേലൂയ. ഈ കാണുന്ന മുഴുലോകത്തെ സൃഷ്ടിച്ച് കാണുന്ന മുഴുലോകത്തിൻ്റെ അധിപനായിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാരായി ദൈവത്തിൻ്റെ ഭക്തന്മാരെ ദൈവം തിരഞ്ഞെടുക്കുന്നവരെ തൊട്ട് കഴിഞ്ഞാൽ ദൈവം അതിന്മേൽ പ്രവർത്തിക്കുക തന്നെ ചെയ്യും.
അല്ലെങ്കിൽ നമുക്ക് ദൈവത്തിലേക്ക് മടങ്ങി വരാൻ കഴിയണം. അതുകൊണ്ട് ദൈവസഭയ്ക്കകത്ത് എപ്പോഴും അല്ലെങ്കിൽ പരസ്പര ബഹുമാനം ഉണ്ടായിരിക്കണം. ഇവിടെ നമുക്ക് 1 ശമൂവേലിൻ്റെ പുസ്തകം അല്ലെങ്കിൽ വായിക്കുമ്പം അല്ലെങ്കിൽ 2-ാം അധ്യായം 30-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്. അല്ലെങ്കിൽ 30-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം, എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരായിത്തീരും. വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവത്തിനാണ് പറയുന്നത്, എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരായിത്തീരും. അത് ദൈവത്തെ നാം മാനിച്ചാൽ അല്ലെങ്കിൽ ദൈവം നമ്മെ മാനിക്കും. നാം ദൈവത്തെ നിന്ദിച്ചാൽ നാം നിന്ദിതരായി മാറും. അതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ നാം ദൈവത്തിൻ്റെ വചനത്തിലൂടെ പഠിക്കുമ്പോൾ കാണുന്നുണ്ട്. 1 ശമൂവേലിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 12 തൊട്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ, എന്നാൽ ഏലിയുടെ പുത്രന്മാർ നീചന്മാരും യഹോവയെ ഓർക്കാത്തവരുമായിരുന്നു എന്ന് ഈ ദൈവത്തിൻ്റെ വചനത്തെ വായിക്കുക. അപ്പോൾ ഈ ഏലി പുരോഹിതനായിരിക്കുന്ന ഏലിയുടെ 2 മക്കളും നീചന്മാരും യഹോവയെ ഓർക്കാത്തവരും അല്ലെങ്കിൽ ആലയത്തിൽ കടന്നു വരുന്നവരെ പരിഹസിക്കുന്നവരും നിന്ദിക്കുന്നവരും അവരുമായി അവിഹിതമായ ജീവിത സാഹചര്യങ്ങൾ പോലും ചെയ്യുന്നവരായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? അല്ലെങ്കിൽ അവർ ദൈവകോപത്തിനിരയായി മാറി നമ്മൾ മനസ്സിലാക്കാൻ കഴിയണം. തുടർന്നുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. എന്താ പ്രിയ സ്തോത്രം, 1 ശമൂവേലിൻ്റെ പുസ്തകം അല്ലെങ്കിൽ സ്തോത്രം 2-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, ശമൂവേൽ എന്ന ബാലനോ പഞ്ഞു നീർക്കൊണ്ടുള്ള ഒരു അങ്കി ധരിച്ച് യഹോവയുടെ സന്നിധി ശുശ്രൂഷ ചെയ്തു പോന്നു. അവൻ്റെ അമ്മ ആണ്ടുതോറും ഒരു ചെറിയ അങ്കി ഉണ്ടാക്കി തൻ്റെ ഭർത്താവിനോട് കൂടെ വർഷാന്തരയാഗം കഴിപ്പാൻ വരുമ്പോൾ അവർ കൊണ്ടുവന്ന് കൊടുക്കും. ഹല്ലേലൂയ. അപ്പം ശമൂവേൽ ബാലൻ ദൈവത്തിൻ്റെ ആലയത്തിൽ ദൈവശബ്ദം കേട്ടല്ലേലൂയ ദൈവത്തിൻ്റെ പ്രീതിയിൽ വളർന്നു വന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പം എന്താണ് ഹല്ലേലൂയ? ഏലിയുടെ പുത്രന്മാർ ഹല്ലേലൂയ ദൈവസന്നിധി പട്ടുപോയപ്പോൾ ഹല്ലേലൂയ ഇവിടെ ശമൂവേൽ ബാലൻ ദൈവസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെടുക. ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ ഭക്തന്മാരെ ദൈവം എല്ലാ കാലത്തും മാനിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ശമൂവേൽ ബാലൻ വളർന്ന് പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദാൻ മുതൽ ബേർശേബ വരെ ശമൂവേൽ അറിയപ്പെടുന്ന പ്രവാചകന്മാരായിരുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായിരുന്ന ശൗലിനെയും ശൗലിന് ശേഷമായി ദാവീദിനെ അഭിഷേകം ചെയ്യുവാൻ ദൈവം ശമൂവേലിനെ ഉപയോഗിച്ചു. ഹല്ലേലൂയ. അതേപോലെ ദൈവം തിരഞ്ഞെടുക്കുന്ന ഭക്തന്മാർക്ക് ദൈവം അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്ന ബഹുമാനം ഹല്ലേലൂയ അത് ഞാൻ നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. ലോകം ഒരുപക്ഷെ ദൈവം തിരഞ്ഞെടുക്കുന്ന ഭക്തന്മാരെ അപമാനിച്ചേക്കാം, പരിഹസിച്ചേക്കാം, നിന്ദിച്ചേക്കാം. പക്ഷേ ദൈവം മാനിച്ചെടുത്തവരെ, ദൈവം ഒരുക്കിയെടുത്തവരെ, ദൈവം തൻ്റെ വേലയ്ക്ക് വേണ്ടി നിയോഗിച്ചവരെ ഞാൻ നിങ്ങൾ ഒരിക്കലും അപകീർത്തിപ്പെടുത്താൻ പാടില്ല, അവരെ അപമാനിക്കാൻ പാടില്ല. കാരണം അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്തോത്രം നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ വരിക തന്നെ ചെയ്യും. പ്രൈസലോടല്ലേ. അപ്പോൾ എന്താണ് ശമൂവേൽ ബാലനെ പോലെ നാം ദൈവസന്നിധിയിൽ നിൽക്കുവാൻ കഴിയണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിന് വചനം പറഞ്ഞത്. അപ്പം അത് ഏലിയുടെ പുത്രന്മാരായിരുന്ന ഫോയ്നിക്കും ഫിനെഹാസിനും ഭവിച്ചിരിക്കുന്നത് പോലെ നമുക്ക് സംഭവിക്കാതെ ശമൂവേൽ ബാലൻ ദൈവസന്നിധിയിൽ കൃത്യതയോടുകൂടി കൃത്യനിഷ്ഠയോടുകൂടി വളർന്നതുപോലെ നാം ദൈവസന്നിധിയിലായിരിക്കണം. അതുകൊണ്ട് ഭക്തന്മാരുടെ വില നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്ന അറിവിൽ. അപ്പം ദൈവഭക്തനെ ദൈവത്തിന് വേണ്ടി വേർതിരിച്ചത് ലോകത്തിന് വേണ്ടിയിട്ടില്ല. അതേപോലെ ദൈവത്തിൻ്റെ ഭക്തന്മാരെ വേർതിരിച്ചത് ദൈവമാണ്, യേശുവാണ്. അത് മനുഷ്യനില്ല. ദൈവം തൻ്റെ ഭക്തന്മാരെ വേർതിരിക്കുന്നത് സ്വർഗരാജ്യത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടാണ്, സ്വർഗരാജ്യത്തെക്കുറിച്ച് ഘോഷിപ്പാൻ വേണ്ടിയിട്ടാണ്, യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തെ ലോകമെമ്പാടും വിളിച്ചു പറയാൻ വേണ്ടിയിട്ടാണ് ദൈവം തൻ്റെ ഭക്തന്മാരെ തിരഞ്ഞെടുക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ മനുഷ്യൻ തിരഞ്ഞെടുക്കുന്നത് നേരെ തിരിച്ച. മനുഷ്യൻ തിരഞ്ഞെടുക്കുമ്പോൾ അവിടെയാണ് മനുഷ്യൻ്റെ കുറവുകളും പരാജയങ്ങളും കാണുകയും കേൾക്കുകയും അതിനെക്കുറിച്ച് വിളിച്ചു പറയുകയും അവരെ തരം താഴ്ത്തുകയും അപമാനിക്കുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്യുന്നത് മനുഷ്യൻ്റെ തിരഞ്ഞെടുപ്പ് വരുമ്പോഴാണ്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് സ്വർഗരാജ്യത്തിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷയ്ക്കുക. ഹല്ലേലൂയ. അപ്പം നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിയണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങൾ ദൈവമാണ് തിരഞ്ഞെടുത്തത്, നിങ്ങൾ ദൈവമാണ് വേർതിരിച്ചിരിക്കുന്നത്. ലോകമല്ല നിങ്ങളെ വേർതിരിച്ചത്. നിങ്ങൾ ദൈവസഭയ്ക്കകത്ത് കടന്നു വരുന്ന ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും ആയിരിക്കുന്ന സകലരും തിരഞ്ഞെടുത്തത് ദൈവമാണ്. ഹല്ലേലൂയ. അത് മാനുഷികമായ കരങ്ങളല്ല, ദൈവത്തിൻ്റെ കരങ്ങളാണ്. ഹല്ലേലൂയ. ഈ പുതിയ നിയമസഭയുള്ള ബന്ധത്തിൽ പറയട്ടെ, എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് ദൈവത്തിൻ്റെതാണ്. നിങ്ങളെ വേർതിരിച്ചിരിക്കുന്നത് ദൈവത്തിന് കർത്താവായ യേശുക്രിസ്തുവാണ്. എന്തിനാണ് നിങ്ങൾ വേർതിരിച്ചത്?
വേർതിരിച്ച് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം ഘോഷിപ്പാൻ വേണ്ടി നമുക്കറിയാം പത്രോസ് അടക്കമുള്ള അപ്പോസ്തലന്മാരെ ദൈവം വേർതിരിച്ച് ഹല്ലേലൂയ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ ഹല്ലേലൂയ പത്രോസ് അടക്കമുള്ള 120 പേരെ ദൈവം വേർതിരിച്ച് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുവാനാ. ആമീൻ. തുടർന്ന് നമുക്ക് കാണാൻ കഴിയുന്ന അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനെ ദൈവം തനിക്ക് വേണ്ടി വേർതിരിച്ച് ദൈവത്തിൻ്റെ ഭക്തനായി എന്തിനു വേണ്ടി? ദൈവരാജ്യത്തെക്കുറിച്ച് ഘോഷിപ്പാൻ വേണ്ടിയിട്ടാണ് ഹല്ലേലൂയ. അതേപോലെ ദൈവരാജ്യത്തെക്കുറിച്ച് ഘോഷിപ്പാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർക്ക് നേരെ നിങ്ങൾ വിരലനക്കരുത്, നിങ്ങൾ അവർക്കെതിരെ ശബ്ദിക്കരുത്. അങ്ങനെ ചെയ്തപ്പോഴേ ആ കുടുംബമൊക്കെ തകരും. ഹല്ലേലൂയ. എന്താണ് ആ മിര്യാമിന് സംഭവിച്ചതുപോലെ, ഏലി പുരോഹിതൻ്റെ മക്കൾക്ക് വന്നതുപോലെ അനർത്ഥങ്ങൾ ജീവിതത്തിൽ കടന്നു വരും. ഹല്ലേലൂയ. പ്രതികൂലങ്ങൾ കടന്നു വരും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവഭക്തന്മാരെ ബഹുമാനിക്കണം. എല്ലാ നിലയിലും ദൈവഭക്തന്മാരെ ബഹുമാനിക്കണമെന്നാണ് ദൈവവചനം പറയുന്നത്. സ്തോത്രം. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് 34-ാം സങ്കീർത്തനം. ഹല്ലേലൂയ. അതിൻ്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം വായിക്കുന്നത്. സ്തോത്രം. അപ്പം യഹോവയുടെ ദൂതൻ എന്താണ്? ദൂതൻ ദൈവഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു എന്നാണ്. അല്ലെങ്കിൽ എന്ന് പറഞ്ഞ പ്രിയസ്തോലം, ദൈവമക്കളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കപ്പെടുന്ന സേവകാത്മാക്കളാണ് ദൈവദൂതന്മാർ. അതുകൊണ്ട് അവരുടെ വൈഷമ്യ ഘട്ടങ്ങളിൽ ദൈവദൂതന്മാരുടെ സംരക്ഷണം അവർക്ക് തീർച്ചയായും ലഭിക്കും. അത് ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും കടന്നു വരുമ്പോൾ അവരുടെ വൈഷമ്യ ഘട്ടങ്ങളിൽ, അവരുടെ പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവം തന്നെ ദൂതന്മാരെ അവർക്ക് ചുറ്റും പാളയം ഇറക്കുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ ദൈവം സംരക്ഷിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, നിങ്ങൾ കടന്നു പോകുന്ന പ്രതികൂലം വെല്ലുവിളികൾ കൊണ്ട് നിറയപ്പെട്ടതായിരിക്കും. ഒരുപക്ഷെ ഭീഷണിയുടെ മുമ്പിലായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾക്ക് നേരെ അനേക വിരലുകൾ നിങ്ങൾക്ക് നേരെ ചൂണ്ടിയേക്കാം. അനേക കണ്ണുകൾ നിങ്ങളുടെ നേരെ പതിഞ്ഞേക്കാം. വലിയ നിങ്ങൾ ഭാരപ്പെട്ടു പോകരുത്. നിങ്ങളെ തിരഞ്ഞെടുത്ത ദൈവം നിങ്ങളെ സംരക്ഷിക്കുവാൻ ദൈവം തന്നെ ദൂതന്മാരോട് കൽപ്പിക്കും. അല്ലെങ്കിൽ പ്രൈസലോട്. അല്ലെങ്കിൽ അപ്പോൾ യഹോവയുടെ ദൂതൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്നു എന്ന ദൈവത്തിൻ്റെ വചനത്തിനകത്ത് ഞാൻ നിങ്ങൾ നമുക്ക് ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യണം. ഹല്ലേലൂയ. അതുകൊണ്ട് താങ്കൾ ഒറ്റയ്ക്കല്ല, താങ്കളോടൊപ്പം നല്ലൊരു ദൈവ ദൂതന്മാരുണ്ട്. ഹല്ലേലൂയ. താങ്കൾ യാത്ര ചെയ്യുന്ന വേളകളിൽ, താങ്കൾ യാത്ര ചെയ്യുന്ന വാഹനത്തിൽ, താങ്കൾ യാത്ര ചെയ്യുന്ന വിമാനത്തിൽ, താങ്കൾ യാത്ര ചെയ്യുന്ന കപ്പലിൽ, താങ്കൾ യാത്ര ചെയ്യുന്ന കരയിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങളിൽ, ട്രെയിനിൽ, ഹല്ലേലൂയ, താങ്കൾ ഏത് സാഹചര്യത്തിലൂടെ ഏത് മേഖലയിലൂടെ കർത്താവിന് വേണ്ടി പോകുന്നു, അവിടെ എല്ലാം ദൈവത്തിൻ്റെ ദൂതന്മാർ നിങ്ങളെ കാവൽ ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. ലോകം തരാത്തൊരു സംരക്ഷണമാണ് ദൈവത്തിന് വേണ്ടി ദൈവം നിങ്ങൾക്ക് തരുന്നത്. ഈ ലോകത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ അല്ല, ഇത് സ്വർഗരാജ്യത്തിൻ്റെ പ്രൊട്ടക്ഷനാണ് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അത് ലോകം തരുന്നതല്ല, ദൈവം തരുന്നതാണ്. സ്വർഗീയ സൈന്യമാണ് നിങ്ങളെ മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളുടെ കഷ്ടപ്പാടുകൾ നടുവിലും, വേദനയുടെ നടുവിലും, സങ്കടങ്ങളുടെ നടുവിലും, ദുഃഖങ്ങളുടെ നടുവിലും, നിങ്ങൾ വേദനയുടെ മരണത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴും നിങ്ങളെ മുമ്പോട്ട് നയിക്കും ദൈവം തന്റെ ദൂതന്മാരെ, നിങ്ങളുടെ വൈഷമ്യ ഘട്ടങ്ങളിൽ ദൈവം തന്റെ ദൂതന്മാരെ നിങ്ങളോട് കൂടെ അയക്കുക തന്നെ ചെയ്യും. അതാണ് പ്രിയരെ, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നാം പലവിധമായ അപകടങ്ങളിലും അനർത്ഥങ്ങളൊക്കെ ചെന്ന് ചാടിയിട്ടില്ലേ? അവിടെയൊക്കെ നശിച്ചു പോകാതെ നിന്നെന്താണ്? ദൈവം തന്നെ ദൂതന്മാരെ അയച്ചതുകൊണ്ടാണ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഇന്ന് പകൽ ദൈവത്തിന് വചനം പറയട്ടെ, നിങ്ങൾ എത്രയോ അനർത്ഥങ്ങളിൽ, എത്രയോ പ്രയാസങ്ങളിൽ, എത്രയോ പ്രതികൂലങ്ങളിൽ, എത്രയോ പ്രശ്നങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ചെന്ന് ചാടിയിട്ടുണ്ട്. അവിടേക്ക് നിങ്ങൾ തകർന്നു പോകാതെ നിന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ ദൂതന്മാർ നിങ്ങളെ കാവൽ ചെയ്യുന്നതാണ്. കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ വേർതിരിക്കപ്പെട്ട മനുഷ്യനാണ്. എന്നെ കേൾക്കുന്ന സഹോദരി, സഹോദര, നിങ്ങൾ ദൈവത്തിൻ്റെ വേർതിരിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് നിങ്ങളെ സംരക്ഷണം ചെയ്യുവാൻ, നിങ്ങളെ കാവൽ ചെയ്യുവാൻ ദൈവം തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ഹല്ലേലൂയ. ദൈവത്തിനും നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കുമെന്നാണ് നമ്മൾ 91 സങ്കീർത്തനമൊക്കെ വായിക്കുന്നത്. അത് ദൈവത്തിൻ്റെ ഭക്തൻ ദൈവത്തിന് വിലയുള്ളവനാണ്. ദൈവത്തിൻ്റെ ഭക്തനെക്കുറിച്ച് ദൈവത്തിനാണ് ഉത്തരവാദിത്വം. ദൈവത്തിൻ്റെ ഭക്തൻ ദൈവത്തിന് വിലയേറിയവനും മാലിന്യമാണ്. അതുകൊണ്ട് ദൈവഭക്തന്മാർക്കെതിരെ വിരൽ ചൂണ്ടുമ്പോൾ, ദൈവഭക്തന്മാർക്കെതിരെ കയ്യേറ്റം ചെയ്യുമ്പോൾ, ദൈവഭക്തന്മാരെ അപമാനിക്കുമ്പോൾ ഓർത്തോണം, അതിൻ്റെ പ്രതിഫലനം നിങ്ങൾക്ക് താങ്ങുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ.
നാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ഇന്ന് ഈ സംഭവങ്ങൾക്ക് ഈ ലോകത്ത് വെളിപ്പെടുന്നത്? മനുഷ്യർക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ, മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ ഓരോരോ തരത്തിലും പേമാരിയായിട്ടും ദുരന്തങ്ങളായിട്ടും മഹാവ്യാധികളായിട്ടും വലിയ വിവിധ തലങ്ങളിൽ പ്രതിസന്ധികൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യന് നിയന്ത്രിക്കുവാൻ കഴിയാത്ത വിധത്തിൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഉരുൾപൊട്ടലും നാശനഷ്ടങ്ങളും മലയിടിച്ചിലുകളും അതിലിയ വെള്ളപ്പൊക്കങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അഗ്നിപർവ്വതം പുകയുന്നു, പൊട്ടുന്നു, അല്ലലിയ മഞ്ഞുമലകൾ ഉരുകുന്നു, ലോകം മുഴുവൻ പ്രതിസന്ധി രൂക്ഷമാകുന്നു. എന്തുകൊണ്ട്? ദൈവത്തിൻ്റെ ഭക്തന്മാർക്കെതിരെ, ദൈവദാസന്മാർക്കെതിരെ അല്ലലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം അതിനെതിരെ പ്രതികരിച്ചെന്ന് വന്നേക്കാം. അല്ലേറിയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഭക്തന്മാർ ഈ ലോകത്ത് വിളിച്ചു പറയുന്ന സ്വർഗരാജ്യത്തിൻ്റെ സുവിശേഷമാണ്, ദൈവരാജ്യത്തിൻ്റെ സന്ദേശമാണ്. അതൊരു പാപിക്ക് രക്ഷയാണ്, ഒരു പാപിക്ക് മാനസാന്തരമാണ്. അത് ഒരുവനെ രാജ്യത്തിൽ ഒരുക്കിയെടുക്കുന്നതാണ്, ഒരുവന് നിത്യതയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതാണ്, ഒരുവൻ്റെ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം തൻ്റെ ഭക്തന്മാരെ വേർതിരിക്കുന്നത്. അല്ലേറിയ. അതുകൊണ്ട് ഇത് പകരം ഇത് കേൾക്കുന്ന പ്രേക്ഷകരെ, ദൈവത്തിൻ്റെ ഭക്തനെക്കുറിച്ച് ഉത്തരവാദിത്തം ദൈവത്തിനുള്ളതാണ്. നമ്മൾ 34 സംഖ്യത്തിനൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. സ്തോത്രം. ഈ യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവിൻ, അവൻ്റെ ഭക്തന്മാർക്കൊന്നിനും മുട്ടില്ലല്ലോ. അപ്പോൾ യഹോവയുടെ വിശുദ്ധന്മാരെ അല്ലുടിയ സ്തോത്രം, അല്ലുടിയ അവനെ ഭയപ്പെടുന്ന അവൻ്റെ ഭക്തന്മാർക്കൊന്നിനും മുട്ടില്ല. അതേ ബാലസിംഹങ്ങൾ വിരകിട്ടാതെ വിശന്നിരിക്കുമ്പോൾ അല്ലുടിയ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. അതേ ബാലസിംഹങ്ങൾ പോലും വിരകിട്ടാതെ വിശന്നിരിക്കുന്ന വേളകളിലും ഭക്തൻ പറയുകയാണ്, യഹോവയെ അന്വേഷിക്കുന്ന ഭക്തന്മാർക്കൊന്നിനും മുട്ടില്ല. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ദാവീദ് എഴുതി വെച്ച്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ലെന്ന് സങ്കീർത്തനം 23 രേഖപ്പെടുത്തിയത്. കാരണം ദൈവം തന്നെ വിളിച്ച് വേർതിരിച്ച നാളെ തൊട്ട് അല്ലേലൂയ തൻ്റെ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, സ്വർഗരാജ്യത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി, ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം വേർതിരിക്കുന്ന ഭക്തന്മാരുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് പദ്ധതികളുണ്ട്. ദൈവരെ തകർത്ത് കളയത്തില്ല. ദാവീദിനെ വിളിച്ച ശുശ്രൂഷയ്ക്ക് വേണ്ടി അല്ലേലൂയ ദാവീദിനെ ഒരുക്കിയെടുത്ത ദൈവത്തിൻ്റെ കരം ദാവീദിനോട് കൂടിയിരിക്കുന്നത് കൊണ്ട് തൻ്റെ ജീവിതത്തിനകത്ത് ഒന്നിനും മുട്ടുകൂടാതെ നടത്തിയൊരു ദൈവമുണ്ട്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, സഹോദര, സഹോദരി, നിന്റെ ജീവിതത്തിനകത്തെ മുട്ടുകൾ മാറ്റുവാൻ, ജീവിതത്തിലെ കുറവുകളെ മാറ്റുവാൻ, ജീവിതത്തിലെ പരാജയങ്ങളെ മാറ്റുവാൻ, നിന്നെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുവാൻ, അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരുവാൻ, സൗഖ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിൻ്റെ കരം ഇന്ന് പകൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുക. എൻ്റെ കുടുംബത്തിൻ്റെ ശൂന്യത മാറ്റുവാൻ അല്ലേലൂയ നമുക്കറിയാം. സ്തോത്രം. അല്ലേലൂയ. നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ ഏലിയാവിനെ പോറ്റുവാൻ ഒരു സാരാപാത്രൊരു സാരാപാത്രൊരു വിധവയെ ദൈവം ഒരുക്കിയെങ്കിൽ അല്ലേലൂയ കിരീട തോട്ടിൽ വിളിച്ചിരിക്കാൻ പറഞ്ഞ് ഏലിയാവിന് വേണ്ടി കാക്കയെ കൊണ്ട് അപ്പം ഇറച്ചി കൊടുക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ എന്നെ കേൾക്കുന്നവരെ സ്നേഹിതരെ, നിന്റെ ജീവിതത്തിനകത്ത് ഏത് പ്രതിസന്ധികളുടെ നടുവിലും നിന്നെ കാക്കുവാനും സംരക്ഷിക്കുവാനും ദൈവത്തിന് അറിയാം. കാരണം നീ ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട ദൈവത്തിൻ്റെ ഭക്തനാണ്. അല്ലേരി. അപ്പോൾ ദൈവത്തിൻ്റെ ഭക്തന്മാരെ ദൈവം അല്ല ഉപേക്ഷിക്കുന്നതില്ല. ദൈവത്തിൻ്റെ ഭക്തന്മാരെ ദൈവം കൊണ്ടു നടക്കും. അതുകൊണ്ടാണ് ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു മുട്ടും ഉണ്ടാകില്ലെന്ന് പറയുന്നത്. അതുപോലെ ദൈവത്തിൻ്റെ വചനമായി നമ്മൾ ഈ മാലാഖയുടെ പുസ്തകം വായിക്കുന്നു, കാണാൻ കഴിയുന്നുണ്ട്. അല്ലേലൂയ. മാലാഖയുടെ പുസ്തകം 3-ാം അധ്യായം അല്ലേലൂയ 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ച് യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. അല്ലേലൂയ. അപ്പം ദൈവഭക്തന്മാർ സംസാരിക്കുന്നത് ദൈവം ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ദൈവമാണ്. അല്ലേലൂയ. മാലാഖി പ്രവാചകൻ ലോകത്തോട് വിളിച്ചു പറയുന്ന സന്ദേശമാണ്, ഈ കാലഘട്ടത്തെ വിളിച്ചു പറയുന്ന സന്ദേശമാണ്. യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിക്കുന്നത് യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. അല്ലേലൂയ. സ്തോത്രം. യഹോവയുടെ ഭക്തന്മാർക്കും അവൻ്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവൻ്റെ സന്നിധിയിൽ ഒരു സ്മരണയുടെ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു. അതേപോലെ യഹോവ ഭക്തന്മാരെ നിന്ദിച്ചും അപമാനിച്ചും കളിയാക്കി കയ്യേറ്റം ചെയ്തും അവരെ അവരെ യോഗ്യത പറഞ്ഞൊക്കെ അവരെ ഇല്ലായ്മ ചെയ്ത് നാം ഇവിടെ കുറച്ച് നാളുകൾ വാഴും. പക്ഷേ ദൈവം പറയുന്നത് യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചത് യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. അത് അവൻ്റെ സ്മരണയുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നാം നേരിട്ട് സംസാരിച്ചാലും അല്ലേലൂയ സഭയിൽ സംസാരിച്ചാലും നാം മറ്റേതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും മാധ്യമങ്ങൾ കൂടെ നാം തൻ്റെ ഭക്തന്മാരോട് സംസാരിച്ചാലും അല്ലേലൂയ ദൈവം അത് ശ്രദ്ധ വെച്ച് കേൾക്കുന്നു എന്നുള്ളതാണ്. അല്ലേലൂയ. അതുകൊണ്ട് ദൈവഭക്തന്മാരെ ബഹുമാന പുരസ്സരത്തോടെ സംസാരിക്കാവുള്ളൂ. അവരെ ഒരിക്കലും അപമാനിക്കുവാൻ ഒരിക്കലും ഇടയാകരുത്.
എന്താണ് ഇന്നത്തെ കാലഘട്ടത്തിൽ സഭയ്ക്കകത്തും ദേശത്തും മുഴുവൻ സകല സമൂഹം ജാതിയുടെ പേരിൽ പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. ജാതിയുടെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ദൈവത്തിന് അങ്ങനെ ജാതി എന്നില്ല. ദൈവത്തിന് ആകെ ഒരു ഒറ്റ ജാതി, ആണും പെണ്ണും എന്ന് പറയുന്നത് ആ ജാതി മാത്രം. മനുഷ്യനാണ് ജാതി ഉണ്ടാക്കിയത്, മനുഷ്യനാണ് മതങ്ങൾ സൃഷ്ടിച്ചത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിൽ പരസ്പരം തമ്മിലടിക്കാതെ ദൈവോധനം പറഞ്ഞ് മടങ്ങി വന്ന് നിങ്ങൾ ദൈവത്തിൻ്റെ ഭക്തനായി ജീവിക്കണമെന്ന്. അപ്പോൾ യഹോഭക്തന്മാർ തമ്മിൽ സംസാരിക്കുന്നത് യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. ഇതെല്ലാം ഇവിടെ ചെയ്യും, ദൈവം കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ, ആമേൻ. ദൈവത്തെ സ്മരണയുടെ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു, ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കും. ദൈവത്തിൻ്റെ ഭക്തന്മാർ ദൈവം ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ ദൈവത്തിൻ്റെ ഭക്തന്മാർ എന്തായിരിക്കും? ദൈവത്തിന് നിക്ഷേപമായിരിക്കും എന്ന് സൈന്യങ്ങൾ യഹോവ അരുളി ചെയ്യുന്നു. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഒരു മകൻ സ്തോത്രം, ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്നത് പോലെ, ഒരു മനുഷ്യൻ അവൻ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ദൈവം നമ്മെ ആദരിക്കുമോ? ഹല്ലേലൂയ, സ്തോത്രം. എല്ലാം ദൈവത്തിൻ്റെ വചനത്തിനകത്ത് ഒരിക്കലും മാറ്റമില്ല പ്രിയരേ. ഇവിടെയാണ് നാം ദൈവത്തിൻ്റെ വചനത്തിന് പ്രാധാന്യം കൊടുക്കേണ്ടത്. എന്താണ് ദൈവം പറയുന്നത്? ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും. അപ്പം ദൈവം നമ്മെ ആദരിക്കുന്നൊരു ദിവസമുണ്ട്. അവിടെയാണ് അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തതിനും തമ്മിലുള്ള വ്യത്യാസം കാണും. ചൂള പോലെ കത്തുന്നൊരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയായി മാറും. അത് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ദൈവത്തിൻ്റെ സന്ദർശന ദിവസത്തിൽ, ദൈവത്തിൻ്റെ ന്യായവിധി ദിവസത്തിൽ നിങ്ങൾ പറഞ്ഞ വാക്കുകളെല്ലാം ദൈവത്തിൻ്റെ സ്മരണയുടെ പുസ്തകത്തിലുണ്ട്. ആ പുസ്തകം നിവർത്തി നിങ്ങൾ ന്യായം വിധിക്കുമ്പോൾ നിങ്ങൾ താളടിയായി പോകാതെ, നിത്യ നരകത്തിലേക്ക് പോകാതെ, നിത്യ ജീവൻ പ്രാപിച്ച് നിങ്ങൾ നിത്യ സ്വർഗത്തിലെത്തുന്നവരായി മാറണം. അതുകൊണ്ട് നാം ഭൂമി ജീവിച്ചിരിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ, ദൈവഭക്തന്മാരെ മാനിക്കുന്നവരായിരിക്കണം. യഹോഭക്തന്മാരെ മാനിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. പുതിയ നിയമത്തിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ എത്രയോ ദൈവഭക്തന്മാരാണ് ദൈവത്തിന് വേണ്ടി വേല ചെയ്തവര്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, നാം ദൈവഭക്തന്മാരെ മാനിക്കുന്നവരായി മാറണം, ദൈവഭക്തന്മാരെ ബഹുമാനിക്കുന്നവരായി മാറണം. നമുക്കറിയാം, സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, അപ്പോസ്തലപ്രവൃത്തി 27 അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസിൻ്റെ റോമയിലേക്കുള്ള യാത്ര കാണാൻ കഴിയും. ഹല്ലേലൂയ. ഞങ്ങൾ കപ്പൽ കയറി ഇറ്റലിക്ക് പോകണം എന്ന് കൽപ്പനയായപ്പോൾ പൗലോസിനെയും മറ്റു ചില തടവുകാരെയും ഔഗസ്ത്യ പട്ടാളത്തിലെ ശതാധിപനായി യൂലിയാസിനെ ഏൽപ്പിച്ചു. ഞങ്ങൾ ആസ്യക്കരെ പറ്റി ഓടുവാനുള്ള ഒരു ആദ്രബുദ്ധിയ കപ്പലിൽ കയറി നീക്കി. അങ്ങനെ കപ്പൽ യാത്ര തുടരുമ്പോൾ ഈശാന മൂലൻ എന്ന കൊടുങ്കാറ്റ് കപ്പലിന് നേരെ അടിച്ചു. ഹല്ലേലൂയ. വളരെ കാറ്റും കോളുകളും കപ്പൽ തകരുന്ന അനുഭവത്തിലേക്ക് വന്നു. അവിടെ എന്താണ്? സ്തോത്രം. പൗലോസ് ഭയപ്പെടാൻ നിൽക്കുക. ദൈവം തൻ്റെ പ്രത്യേക കാര്യത്തിന് വേണ്ടി വേർതിരിച്ചെടുത്ത അപ്പോസ്തലനായ പൗലോസ് ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. പൗലോസ് അടക്കം 276 പേര് യാത്ര ചെയ്യുന്ന കപ്പലിനകത്ത് ഒരു ഭക്തൻ പൗലോസാണ്. ഹല്ലേലൂയ. പൗലോസ് പറയുന്നത്, എൻ്റെ ഉടവിൽ ഞാൻ സേവിച്ചു വരുന്നവരുമായി ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്ന് പൗലോസെ ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു, നിന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. അതേപോലെ ഒരു ഭക്തൻ്റെ പ്രാർത്ഥന കണ്ട 276 പേരടങ്ങുന്ന ഒരു കപ്പൽ തകരുവാൻ തുടങ്ങുമ്പോൾ, ഹല്ലേലൂയ, ദൈവം എന്താണ് ചെയ്തത്? ഹല്ലേലൂയ. പൗലോസിൻ്റെ കയ്യിലേക്ക് ആ ജലത്തെ ദാനം കൊടുത്തു. ഹല്ലേലൂയ. ആ കപ്പൽ ഉടഞ്ഞപ്പോഴും ഒരൊറ്റ കുഞ്ഞു പോലും നഷ്ടപ്പെട്ടു പോകാതെ 276 പേര്, ഹല്ലേലൂയ, അവർ മാൾട്ട എന്ന ദ്വീപിലെത്തി എന്നുള്ളതാണ്. അപ്പം ദൈവത്തിൻ്റെ ഭക്തൻ, ഹല്ലേലൂയ, ഭക്തൻ്റെ നിലവിളിക്ക് മറുപടിയുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, 276 പേരുടെ ജീവനെ സംരക്ഷിക്കുവാൻ അതിനകത്തൊരു ഭക്തനായിട്ട് നിന്നത് പൗലോസാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങളെ ദൈവം ഇവിടെ ഭൂമിയിൽ ഭക്തന്മാരായിട്ട് തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്, ദൈവസഭയ്ക്കകത്ത് ഭക്തന്മാരായി തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിന് വേണ്ടി, ഹല്ലേലൂയ, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനത്തിന് വേണ്ടി നിങ്ങൾ നിലവിളിക്കുവാൻ വേണ്ടിയിട്ടാണ്. കണ്ണുനീരും ദുഃഖവും സങ്കടങ്ങളും മുറവിളിയും അക്രമ
അക്രമങ്ങളും അതിക്രമങ്ങളും മദ്യപാനം വെറുക്കൂത്തുകളും കള്ളക്കടത്തുകളും കഞ്ചാവ് വേട്ടകളും നരഹത്യകളും എന്ന് വേണ്ട സകല ദുഷ്പ്രവൃത്തിയും നമ്മുടെ കേരളത്തിലും ഭാരത ലോക രാജ്യങ്ങളിൽ പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ, മനുഷ്യൻ തമ്മിൽ അടിച്ച് മരിക്കുമ്പോൾ, മനുഷ്യൻ തമ്മിൽ ചുടുവാനുള്ള എല്ലാ ബോംബുകളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, രാജ്യങ്ങൾ തമ്മിൽ സമാധാനമില്ലാതെ, രാഷ്ട്രങ്ങൾ തമ്മിൽ സമാധാനമില്ലാതെ, രാഷ്ട്ര തലവന്മാർ തമ്മിൽ സമാധാനമില്ലാതെ, മതങ്ങൾ തമ്മിൽ അടിക്കുമ്പോൾ, സംഘടനകൾ അടിക്കുമ്പോൾ, രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ അടിക്കുമ്പോൾ, നേതാക്കന്മാർ തമ്മിൽ അടിക്കുമ്പോൾ, നാം മധ്യത്തിൽ ദൈവം നിങ്ങളെ ഒരു ഭക്തനായിട്ട് വേർതിരിച്ചിരിക്കുന്നത് ദേശത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ടാണ്, ദേശത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് കരയുവാൻ വേണ്ടിയിട്ടാണ്, ദേശത്തിൻ്റെ ലോക രാജ്യത്തിന് വേണ്ടി സ്വർഗരാജ്യത്തെ സുവിശേഷം നിങ്ങൾക്കൂടെ അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നിങ്ങളൊരു ഭക്തനായിട്ട് വേർതിരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു അറിയുവിൻ. അതുകൊണ്ട് വഷളനെ നിന്ദിനായി എണ്ണുകയും യഹോഭക്തനെ ബഹുമാനിക്കുകയും ചെയ്യണം. ഹല്ലേലൂയ. അത് എന്നെ കേൾക്കുന്ന പ്രിയസ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ദൈവഭക്തന്മാരെ അപമാനിക്കാതെ, ദൈവം വേറെ ശുശ്രൂഷകന്മാരെ നിങ്ങൾ അപമാനിക്കാതെ, അവരെ പരിഹസിക്കാതെ, നിങ്ങൾ അവരെ ബഹുമാനിക്കുന്നവരായി മാറണം. നിങ്ങൾ ഭക്തന്മാരെ ബഹുമാനിച്ചാൽ നിങ്ങളുടെ തലമുറകൾ അത് അനുഗ്രഹിക്കപ്പെടും. കാരണം നിങ്ങൾ ആ ഭക്തന്മാരെ ബഹുമാനിക്കാതെ അവരെ നിന്ദിക്കുകയും അപമാനിക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്താൽ അത് കേൾക്കുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കണ്ടുപിടിച്ചിട്ട് അവരും യഹോവ വേർതിരിച്ച് ഭക്തന്മാരെ അപമാനിക്കാൻ തുടങ്ങും, അവർ നിന്ദിക്കാൻ തുടങ്ങും. നിങ്ങളുടെ തലമുറയിൽ നഷ്ടപ്പെട്ടു പോകും, ദൈവശാപകരണ വരും. അതുകൊണ്ട് ഇത് പകരം ദൈവത്തിന് കേൾക്കുന്ന ഈ സ്നേഹിതരെ സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തെ മാനിക്കുന്നവരായി മാറണം, ഭക്തന്മാരെ ബഹുമാനിക്കുന്നവരായി മാറണം. അപ്പോൾ യഹോവത്തിനെ ബഹുമാനിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ദൈവത്തെ ബഹുമാനിക്കുന്നത് പോലെയാണ്. യഹോവത്തിനെ യഹോവത്തിനെ നിന്ദിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ദൈവത്തെ നിന്ദിക്കുന്ന തുല്യമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് വായിച്ച ദൈവത്തിൻ്റെ വചനത്തിലേക്ക് മടങ്ങി വന്ന് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നാം വായിച്ച സംഗീതം 15-ാം സംഗീതമാണല്ലോ. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്നത്, വഷളനെ നിന്ദിനായി എണ്ണുകയും യഹോഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ. അതേ പറയുക, എല്ലാ കണ്ണുകളും അടച്ചാട്ട് യഹോഭക്തന്മാരെ ബഹുമാനിക്കുവാൻ കഴിയുന്ന ഒരു അനുഭവത്തിലേക്ക്, ആ സാഹചര്യത്തിലേക്ക് നമ്മുടെ ആത്മജീവിതം പണിതെടുക്കാൻ വേണ്ടി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഒരിക്കൽ കൂടി ഞങ്ങളെ തന്നെ ദൈവങ്ങൾ ഏൽപ്പിക്കുകയാണ്. സ്വർഗ്ഗത്തിന് ഭൂമിക്ക് നാഥനായി ദൈവത്തിൻ്റെ കരവിൻ്റെ രാത്രിയിൽ ഇന്ന് പകൽ കർത്താവ് സകല ജനത്തിനും വ്യാപരിക്കൊണ്ടേകണമേ. ദൈവത്തിൻ്റെ ഭക്തന്മാരെ, ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേർതിരിച്ച അഭിഷക്തന്മാരെ കർത്താവ് മാനിക്കുന്ന ഒരു തലമുറയിൽ നാളുകളിൽ എഴുന്നേൽപ്പിക്കണം. ലോകം മുഴുവൻ ദൈവത്തിൻ്റെ ഭക്തന്മാർക്ക് നിന്ന അപമാനങ്ങൾ, പരിഹാസങ്ങൾ, കള്ളക്കേസുകളൊക്കെ ഉണ്ടാക്കി അവരെ ഉപദ്രവിച്ച് പീഡിപ്പിച്ച് കയ്യേറ്റം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ന്യായവിധി സകല ജനത്തിന്മേലും സകല രാജ്യത്തിന്മേലും വരുമെന്നുള്ള ആ ഒരു മുന്നറിയിപ്പ് ദൈവത്തിന് എല്ലാ കാലത്തും നൽകുമ്പോൾ, അല്ലെങ്കിൽ മോശയ്ക്ക് വിരോധമായി എഴുന്നേറ്റ കർത്താവ് മിരിയാമിന് കുഷ്ഠം പിടിച്ചതുപോലെ, ഏലി പുരോഹിതന്റെ മക്കൾ സ്തോത്രം ദൈവത്തിന്റെ ന്യായവിധിയിൽ വീണതുപോലെ ഈ ദിവസങ്ങളിൽ ജനം തകർന്നു പോകാതെ ശമൂവേൽ ബാലനെ പോലെ, ദാവീദിനെ പോലെ, പൗലോസിനെ പോലെ, കർത്താവ് പത്രോസ് അടക്കമുള്ള ശിഷ്യന്മാരെ പോലെ ദൈവത്തിൻ്റെ വേർതിരിക്കപ്പെട്ട് ദൈവരാജ്യത്തിന്റെ മഹത്വം ഘോഷിക്കുന്ന ശുശ്രൂഷകന്മാരായി മാറുവാൻ പ്രാർത്ഥിക്കുകയാണ്. ജനത്തിന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ, രാജ്യത്തിന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ, രാഷ്ട്രങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ. കർത്താവ് ജനത്തിന്റെ ഭക്തന്മാർക്കെതിരെ സംസാരിച്ചതും അവർ പറഞ്ഞതുമായ വാക്കുകളോട് ക്ഷമിച്ച് കർത്താവ് അവർക്ക് വീണ്ടും ഈ നിത്യതയെക്കുറിച്ച് നല്ലൊരു ബോധ്യം കൊടുക്കാൻ, സുവിശേഷത്തെക്കുറിച്ച് നല്ലൊരു ബോധ്യം കൊടുക്കുവാൻ, ഭക്തന്മാരെ കുറിച്ച് നല്ലൊരു ബോധ്യം കൊടുത്ത് അവരെ ബഹുമാനിക്കുന്ന ഒരു നല്ല തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കുവാൻ ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. കേരളത്തെയും ഭാരതത്തെയും ലോകരാജ്യങ്ങളെ ഓർക്കുന്നു, സകല ജനത്തെ ഓർക്കുകയാണ്. സകല മഹത്വം എടുക്കണം യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്.